ചോഴിയക്കോട് മിൽപ്പാലം മൂന്നുമുക്ക് അമ്പാടിയിൽ വീട്ടിൽ 17 വയസ്സുള്ള സുധിക്കാണ് ഇടിമിന്നലേറ്റ് ഗുരുതരമായി പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 4 വീടിനോട് ചേർന്ന ചായക്കടയിൽ ഇരുന്ന് ചായ കുടിക്കവെയായിരുന്നു സംഭവം. മഴയ്ക്ക് മുമ്പേ ഉണ്ടായ ശക്തമായ ഇടിമിന്നൽ സുധിയുടെ ദേഹത്ത് പതിക്കുകയായിരുന്നു. സുധിയുടെ ശരീരത്തിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തളർന്ന് താഴേക്ക് വീഴുകയായിരുന്നു. വീട്ടുകാരും സമീപത്തുണ്ടായിരുന്ന ഗ്രാമപഞ്ചായത്ത് അംഗം ഷീല സത്യനും ചേർന്ന് സുധിയെ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് ഗുരുതരമായതിനാൽ പിന്നീട് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഇടിമിന്നലിൽ ആന്തരിക അവയവങ്ങൾക്കാണ് പരിക്കേറ്റതെന്ന് ബന്ധുക്കൾ പറഞ്ഞു. ഇന്നലെ വൈകുന്നേരം ഉണ്ടായ ഇടിമിന്നലിൽ, മഴയ്ക്ക് മുമ്പുണ്ടായ ഇടിമിന്നലിൽ എൻ്റെ കൊച്ചു ഇവിടെ വന്ന് നിന്ന് എന്നോട് കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു. എൻ്റെ മോനാണ്. കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോഴും ഒരു ശക്തമായ ഒരു വെടിശബ്ദം പോലെ കേട്ട് കൊച്ചങ്ങ് മറിഞ്ഞു വീഴുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ശബ്ദം കേട്ട് നാട്ടുകാരും പഞ്ചായത്ത് മെമ്പറും എല്ലാവരും ഓടിക്കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കുളത്തൂപ്പുഴ കൊണ്ടുപോയപ്പോൾ കടയ്ക്ക് കൊണ്ടുപോകാൻ പറഞ്ഞ് കടയ്ക്കിൽ നിന്ന് മെഡിക്കൽ കോളേജിലത്തേക്ക് വിട്ടു. ഇപ്പോൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. വഷളായ ഒരു നിലയിലാണ്. ഡോക്ടർ പറയുന്നത് ഇനി ഒത്തിരി ദിവസം ആശുപത്രിയിൽ കിടക്കേണ്ടി വരുമെന്നാണ്. ഇനി എന്തൊക്കെയാണ് എന്തോ എനിക്ക് അറിയാൻ വയ്യ. തുടർ ചികിത്സയ്ക്ക് ഇനി മെഡിക്കൽ കോളേജിൽ അങ്ങനെ പോവേണ്ടി വരുമെന്ന് പേടിച്ചൊക്കെ ഇരിക്കുകയാണ്. ആവശ്യമെങ്കിൽ സുധിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുമെന്ന് ആശുപത്രി അധികൃതരും വ്യക്തമാക്കി. നാട്ടുവാർത്ത, മടത്തറ.